നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 11:20 ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ സ്റ്റേ ചെയ്യാറ്. അപ്പോൾ ഇന്ന് പട്ടുവും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോയി വിളിച്ചുകൊണ്ട് വരാം. പിന്നെ പാലക്കാടൊന്ന് പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ റെഡിയായി ഫസ്റ്റ് പോയത് അമ്മേനെയും പട്ടുവിനെയും വിളിക്കാനാണ്. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ പെട്രോൾ കാലിയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് പെട്രോൾ പമ്പ് വരെ എത്തി. അതെന്താണ് അതെന്താണ് ഓ തലമള്ള എനിക്കൊരു ആദ്യം തല്ലും പിന്നെ ഉമ്മ വെക്കും. ഇതാണ് പട്ടുൻ്റെ ഒരു ലൈൻ. എല്ലാവരും പറയുള്ളൂ ഭയങ്കര ക്യൂട്ടാണ് ക്യൂട്ടാണ് ക്യൂട്ടൊക്കെ തന്നെ, പക്ഷെ എന്നാലും കയ്യിലിരിപ്പ് ബടാ മോശം ഹേ. പിന്നെ കയറി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഇഷ്ടമുള്ള പരിപാടി വേറെ ഒന്നുമില്ല. അതുകൊണ്ട് വേറെ ആരും കയറാൻ പോലും സമ്മതിക്കില്ല. അമ്മേനെ കയറാൻ പോലും സമ്മതിക്കണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീടെത്തി. അമ്മൂമ്മ എൻ്റെ അടുത്തൊരു 11 മണിയാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. സമയം അപ്പം തന്നെ ഒരു 12-12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ പട്ടു എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇച്ചിരി ഷോ ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് തന്നെ പോയത് റിലയൻസിലോട്ടായിരുന്നു. ആദ്യം തന്നെ ഒരു കിൻഡർ ജോയ് എടുത്ത് പട്ടുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കിൻഡർ ജോയ് ഏത് കോലത്തിലാണ് കൊടുക്കണം എന്നുള്ളത് ഒന്ന് നോക്കി വെച്ചോ. കാരണം തിരിച്ചിറങ്ങുന്ന സമയത്ത് ആ കിൻഡർ ജോയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എനിക്കാണെങ്കിൽ പക്ഷേ മൊത്തം ടെൻഷനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അത് എഡിറ്റ് ചെയ്യുകയോ വോയിസ് ഓവർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് അവിടെ വെച്ച് എഡിറ്റ് ചെയ്തിട്ട് പാർക്കിംഗ് ലോട്ടിൽ വെച്ചായിരുന്നു വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫുള്ള് ബേബി എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. അമ്മ ബേബിനെ ഒന്ന് മാനേജ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആക്കിയിട്ട് പോയി. പട്ടുവിനാണെങ്കിൽ പുറത്തൊക്കെ പോയി ചെറിയ ചെറിയ പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യില്ല, അതിങ്ങനെ നോക്കിയിരുന്നോളും. പിന്നെ അത് കഴിഞ്ഞ് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഈ പാവ് ബജിയുടെ ബണ്ണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാവ് ബജിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറാണ്. കാരണം അവിടെയാണ് നമ്മുടെ ഓർഗനൈസേഴ്സും നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടല്ലോ, ക്രാഫ്റ്റും ചാനലൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആ ഒരു ഫ്ലോറിലാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാനും അജിയും കൂടെ വന്ന സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ഈ ഒരു സാധനം എനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 300 രൂപയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് വില പോലെ തോന്നി. പക്ഷേ കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് ക്രിസ്മസിൻ്റെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ കുറച്ച് ബാഗ്സ് ഒക്കെ ആയിരുന്നു. ജൂട്ട് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറേ ക്രിസ്മസിൻ്റെ തീമിൽ കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ബാഗും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ച് വലിയ ബാഗും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിലൊക്കെ വെക്കില്ലേ, അങ്ങനത്തെ ബാഗ്സും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു ക്യാൻഡിലാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതെന്താ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഒക്കെ ചെയ്തിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. എൻ്റെ പ്രധാന എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെയായിരുന്നു. പട്ടുവിനെ പിടിച്ച് ഉമ്മ വയ്ക്കുക, പട്ടു എന്നെ പിടിച്ച് തല്ലുക. എന്തായാലും പിന്നെ അവിടെ കുറേ ക്രിസ്മസിൻ്റെ തീമിൽ വരുന്ന ബേക്കിംഗ് ചെയ്യണ സംഭവമൊക്കെ ഇല്ലേ, ബേക്കിംഗ് ട്രേ, പിന്നെ മഫിൻസ് ഉണ്ടാക്കുന്ന സംഭവം, മെഷറിങ് കപ്പ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള ഇതിനെന്താ പറയുക, ഇതിനെന്തോ ഒരു പേര് പറയും, പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ള ലാസ്റ്റ് പറയാം. കിൻഡർ ജോയ് അവിടെ ബില്ല് ചെയ്യാൻ പോലും പട്ടു കൊടുക്കുന്നുണ്ടായില്ല. കയ്യിലിരിപ്പ് കണ്ടല്ലോ, ഇതാണ് ആ കിൻഡർ ജോയുടെ ലാസ്റ്റ് പറഞ്ഞ അവസ്ഥ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 കരിക്ക് പട്ടുവിനെ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പട്ടുവിന് പക്ഷേ ഇങ്ങനെ സ്ട്രോയിൽ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പട്ടുവിൻ്റെ മുമ്പിൽ പട്ടിഷമായിരുന്നു. പട്ടു പക്ഷെ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ വെറുതെ വിട്ടൊന്നുമില്ല, സ്ട്രോ അറ്റം വെച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അമ്മൂമ്മനെ കടയിൽ കൊണ്ടാക്കിയിട്ട് ഞാനും പട്ടും അമ്മയും കൂടെ പഫ്സൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഫേമസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിറ്റൂർ ഒരു കടയുണ്ട്, അവിടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പഫ്സും ഒരു ചായയും ഒരു ലൈം ജ്യൂസൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പട്ടുവിന് ലൈം ജ്യൂസിനേക്കാളും ഇഷ്ടം ചായയും കാപ്പിയൊക്കെയാണ്. അതൊക്കെ കഴിച്ച് ഒരു കിൻഡർ ജോയ് ഹാരി പോട്ടർ വാങ്ങിച്ചു. ഇപ്രാവശ്യമെങ്കിലും ലക്ക് ഉണ്ടോ നോക്കാനാണ്. എന്താ കിട്ടിയതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അതിൻ്റെ മുകളിൽ ബ്യൂട്ടി പാലസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ഇവിടെ വിക്ടോറിയ ഗേൾസിൽ പഠിക്കുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നല്ല എല്ലാ സാധനവും കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ മുതൽ എല്ലാ സാധനവും വാങ്ങാൻ അവിടേക്കേ പോകാറുള്ളൂ. അപ്പോൾ അവിടെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ലാസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ്
വന്നതാണ്. നമ്മുടെ സാധനങ്ങളൊന്നും എടുത്തില്ല എന്നിട്ട് അത് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് യാണും സീക്വൻസും പട്ടുവിൻ്റെ കുറച്ച് ഹെയർ ക്ലിപ്പൊക്കെ രണ്ടാമത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബാഗ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തി സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രാഥമിക ടാസ്ക്. ഈ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അടിമപ്പണിയും എടുക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനവും എടുത്തു വെക്കുക എന്നുള്ളതും എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഇറക്കി വെക്കുന്ന ഗ്യാപ്പിൽ പട്ടുവിന് ദോശ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പട്ടു രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പാല് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുട്ടി എന്നിട്ട് ദോശയൊക്കെ കഴിച്ചു. അപ്പോഴേക്കും അമ്മയൊക്കെ കൂടെ സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് വെച്ചു. ഞാനൊരു പഫ്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പട്ടു ഞാനും തമ്മിൽ സ്നേഹപ്രകടനമായിരുന്നു. പട്ടു ശരിക്കും പറഞ്ഞ ഒരു ഉമ്മ വയ്ക്കൽ മെഷീനാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ കുറച്ച് പാടാണ്. എനിക്കൊരു ഉമ്മ തരാൻ പറഞ്ഞത് ഫുള്ള് ക്യാമറ നോക്കിയിട്ട് ഉമ്മ കൊടുക്കലായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ പുറത്ത് പോയപ്പോൾ പട്ടുവിനൊരു ഉടുപ്പ് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഉടുപ്പാണ് ഈ ഉടുപ്പ്. എല്ലാവരും പറഞ്ഞു ആ ഉടുപ്പ് വലുതായിരിക്കുന്നത്, പക്ഷേ ഞാൻ വാങ്ങിച്ചത് കറക്റ്റായിരുന്നു. പിന്നെ പട്ടു ഇതുവരെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം വാക്കിംഗ് സെഷനൊക്കെ ആയിരുന്നു. പിന്നെ പട്ടുവിനൊരു മരുന്ന് വാങ്ങണമായിരുന്നു, അത് വാങ്ങിച്ചിട്ടില്ല എന്നുകൊണ്ട് ഞാനും അമ്മയും കൂടെ ടൗണിൽ പോയിട്ട് ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡ് ഫുള്ള് കോമഡി ആയിരുന്നു. ഒരു KSRTC എന്തോ വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു പാണ്ടി ലോറി, അതിൻ്റെ പിന്നാലെ ഒരു ടിപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതെങ്ങനെ വണ്ടി എടുക്കുന്നൊക്കെ പറഞ്ഞ് വായി നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ പോണ വഴി ഒരു കടയിൽ നിർത്തി കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിലൊക്കെ കുറേ സ്റ്റാർസും അതും ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വന്നിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കുമ്പളങ്ങയും ചിക്കൻ എന്നുണ്ട്. പക്ഷേ ഞാൻ കുറേ വർഷങ്ങളായിട്ട് അതൊന്നും കഴിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അമ്മയ്ക്ക് അറിയുന്ന പോലെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനത്തിന് വേണ്ടിയിട്ട് കുറേ ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്തു. പിന്നെ പട്ടു കുറച്ച് നേരം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഹലോ പറ അമ്മു, പറ അമ്മു, അമ്മു പറ അമ്മു, അമ്മു പറ അമ്മു പറ അല്ല അമ്മു, അമ്മു. ഹലോ ഗായ്സ്, പറയട്ടെ ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, അല്ല ഗായ്സ്, ഹലോ ഗായ്സ്, എഴുതി മാറ്റാം. ഹലോ ഗായ്സ്, ഹായ്. ഹലോ ഗായ്സ്, അപ്പോൾ സമയം ഏകദേശം 11 മണിയായി. 11 മണിയായിട്ടില്ല, 10:30 ആയിട്ടുള്ളൂ. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. വൈകുന്നേരം അമ്മു അത് തിന്നില്ല. പറ്റൂ, അമ്മു അത് തിന്നില്ല. അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കണത്. ഇതിനെ വെച്ചിട്ട് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അമ്മ അടുക്കളയിൽ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലാക്കിയിട്ട് പോയതാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയണം ഗൈസ്. ഞാനൊരു കിൻഡർ ജോയ് വാങ്ങിച്ചില്ലേ, ലോകത്ത് ഇത്രയും ഗതികെട്ടവൻ വേറെ ആരും ഉണ്ടാവില്ല. കാരണം കിൻഡർ ജോയ് ഞാൻ തുറന്നു എന്താ കിട്ടിയെന്ന് അറിയണ്ട. മെയിൻ റീസൺ ഞാനിത് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ കിൻഡർ ജോയ് വാങ്ങിച്ചല്ലോ, ആ സമയത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ പറ്റൂ, ആ ദിവസം ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുലുക്കി നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി, കുലുക്കുമ്പോൾ ഒരുപാട് കുലുങ്ങാത്ത സാധനത്തിനകത്തായിരിക്കും ഹാരി പോട്ടറോ റോണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. അതും പറഞ്ഞ് ആ കടയിൽ നിന്ന് കിട്ടുന്ന സാധനമൊക്കെ കുലുക്കി നോക്കിയിട്ടായിരുന്നു ഞാൻ വാങ്ങിച്ചു. ഒട്ടും കുലുങ്ങാത്ത സാധനം എടുത്തിട്ട് വന്നു. എനിക്ക് എന്താ കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. ട്രെയിൻ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ പഴയ ട്രെയിനല്ലേ? അല്ല ഗൈസ്, രണ്ടാമത്തെ തവണ വാങ്ങിച്ചപ്പോഴും എനിക്ക് കിട്ടിയത് ട്രെയിനാണ്. എങ്ങനെ ഇരിക്കണേ. പട്ടുവിന് വാങ്ങിച്ച സാധനത്തിലോ, അതിൻ്റെ ഒരെണ്ണം പോയി നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. പട്ടുവിന് വാങ്ങിച്ച സാധനത്തിൽ ഒരു അടിപൊളി, എന്താ ക്യാരക്ടറൊന്നും അറിയില്ല, പക്ഷെ ഒരു അടിപൊളി സാധനം. ഞാൻ എന്തിനായി വേസ്റ്റഡ്. ഓക്കെ, ഇനി ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള കാണിച്ചു തരാം. ഇതിനെ വെച്ചിട്ട് അങ്ങനെ നടക്കില്ല. ബൈ ദ വേ, അറിയാത്തവർക്ക് ദിസ് ഈസ് മൈ അനിയത്തി. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൊണ്ട് ആരത്തേലും കൊടുത്തിട്ട് വരാം. ഓക്കെ, ടാറ്റ പറ. ടാറ്റു ടാറ്റ പറ പെട്ടു. ടാറ്റ അവിടെ പറ. ടാറ്റ ടാറ്റ ടാറ്റ. അപ്പോൾ റിലയൻസിൽ നിന്ന് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു റാപ്പിംഗ് പേപ്പറാണ്. ഇത് കുറച്ച് ക്രിസ്മസ് തീം പോലെ തോന്നി, അപ്പം ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന് 18 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ അടുത്തത് ഞാനൊരു സെറ്റ് ഓഫ് 3 വരുന്ന ഒരു സ്പൈറൽ ഹെയർ ടൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രെയിന് കിട്ടിയ കാര്യം. ഇത് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റിക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 35 രൂപയ്ക്ക് നല്ല അടിപൊളി സാധനമാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ലൈറ്റിൽ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഹോളോഗ്രാഫിക് പോലത്തെ ഒരു കൈൻഡ് ഓഫ് എ സാധനമാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് എന്തായാലും സ്റ്റാറിൻ്റെ ആവശ്യം വരും പറഞ്ഞിട്ട് കുറച്ച് ഗോൾഡൻ കളർ സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർ നൈഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്ലാസ്റ്റിക് സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് നല്ല വെയിറ്റും ഉണ്ട്, നല്ല കാണാനും നല്ല ഭംഗി തോന്നിക്കഴിഞ്ഞപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സാധനത്തിനെ പറ്റി പറയാനാണെങ്കിൽ, ഞാൻ ഈ കടിൽ ഡയറീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് സ്പൂണ്, കട്ടിംഗ് ബോർഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന സാധനമാണ്. പക്ഷെ ഞാനത് വാങ്ങിച്ചില്ല. എന്തോ വാങ്ങിക്കാത്തത് നന്നായി തോന്നി. കാരണം റിലയൻസിൽ ഞാൻ വാങ്ങിച്ച സാധനത്തിന് 99 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് 129 രൂപയാണ്. ഇതാണ് സാധനം. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ എല്ലാവരുടെയും ചാനൽസിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഈ ഗ്ലാസ് സ്ട്രോ ഇതിൽ മാത്രം ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അതൊന്ന് വേറൊരെണ്ണത്തിൽ നിന്ന് ഗ്ലാസ് സ്ട്രോ എടുത്തിട്ട് എടുത്തിട്ടിട്ട് വന്നതാണ്. 99 റുപ്പീസിന് ഈ ഒരു സാധനം കിട്ടില്ല സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത സാധനം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതാണ് സാധനം. കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു ക്യാൻഡിലാണ്. ഇത് ആക്ച്വലി മെയ്സൺ ജാർ എന്ന് പറയും. എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റ് ചെയ്യാൻ മീൻസ് എന്തോ ഡേ ഇൻ മൈ ലൈഫ് എന്തോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സാധാരണ നമ്മുടെ ജാറ് പോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നല്ല സ്മെല്ലുമാണ്. ഇതും ഞാൻ ക്രിസ്മസ് മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതിനു വേണ്ടി വാങ്ങിച്ചാൽ. പിന്നെ അടുത്തത് ഒരു ബാത്ത് ടവലായിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ടവലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ റിലയൻസ് വാങ്ങിച്ചത്. ഇനി ഞാൻ ഇവിടെ വന്നിട്ട്, ഇവിടെ ബ്യൂട്ടി പാലസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ചുറ്റൂരും, എല്ലാ സാധനവും കിട്ടും. അപ്പോൾ അവിടെ സ്റ്റാർ നോക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ സാധനം വാങ്ങിച്ചു എന്നുള്ളത് കാണിച്ചു തരാം. ഇന്ന് എന്താണെന്ന് അറിയില്ല ഗൈസ്, ഭയങ്കര ടയർഡ്. പുറത്ത് പോയി വരണത് വരെ ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ വരുന്ന പോലെ, പനി വരുന്ന പോലെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ എൻ്റെ മുഖം വല്ല അണ്ടി പോയ അണ്ണാനെ പോലെയാണ്. വയ്യാതെയും കൂടെ ആയിക്കഴിഞ്ഞാൽ പോയി. അപ്പം ഞാൻ ഇവിടുത്തെ കടയിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ അല്ലെങ്കിൽ ക്രിസ്മസിന് വേണ്ടി വാങ്ങിച്ചതാണ്. എല്ലാ തവണയും വാങ്ങിക്കാറുണ്ട്. കഴിഞ്ഞ തവണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത്തവണ വാങ്ങിച്ചു. ഇതാണ് വാങ്ങിച്ചത്. ഇത് ആക്ച്വലി ഒരു എന്താ പറയുന്നത്, ക്രിസ്മസ് ഹാങ്ങിങ് പോലത്തെ സംഭവം. നമ്മൾ ഈ ഡോറിലൊക്കെ തൂക്കിയിടുന്ന പോലത്തെ സംഭവമാണ്. ഇതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ഏകദേശം 200 സംതിങ് എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണിയൊക്കെ ഇങ്ങനെ ഒഴുകും. അപ്പോൾ ഈ സാധനമാണ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിടാനായിട്ടൊക്കെ കുറേ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഗാർലൻസ് ഇല്ലേ, ഇതേപോലത്തെ ഗാർലൻസ് ഒരു 3 കളറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു സാന്റാക്ലോസ് ആണ്, നല്ല ക്യൂട്ടായിട്ടില്ല. ഇത് നമുക്ക് DIY ആയിട്ടും വേണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനാകെ 120 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ക്രിസ്മസ് ബോൾസ് അന്ന് കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഒരു ക്രിസ്മസ് ബോളായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പട്ടുവിൻ്റെ കയ്യിൽ ചുമ്മാ ഒന്ന് പിടിക്കാൻ കൊടുത്തതാണ്. പട്ടു അപ്പോഴേക്കും വലിച്ച് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സീക്വൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയതൊക്കെ റിലയൻസ് സ്മാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര അതുപോലത്തെ സംഭവമല്ല. ഇത് ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ മാത്രമുള്ള സാധനമാണ്. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് നല്ല ഓപ്ഷനാണ്. ഈ ഒരു സാധനത്തൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറോമിയുടെയൊക്കെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഇതേപോലെ വാങ്ങിക്കില്ലേ, ഇങ്ങനത്തെ സാധനം പണ്ട് മുതലേ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര പറ്റിയ ഓപ്ഷനാണ്. അതിൻ്റെ കുറോമി, മൈ മെലഡി, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതായിരുന്നു അത്. അതല്ലാതെ ഒരു പേപ്പർ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ടൊരിക്കൽ റോസ്, നമ്മൾ ഇതേപോലെ തന്നെ റോസ് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ബോക്സിനകത്ത് 3 റോസ് വരുന്ന പോലത്തെ പേപ്പർ സോപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു ആകെപ്പാട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പേപ്പർ സോപ്പ്. പക്ഷെ ഞാനത് ഉപയോഗിക്കാൻ മടിച്ചിരുന്ന് അത് ചീത്തയാവുക പറഞ്ഞാൽ പൂപ്പലെടുത്തു പോയി. അപ്പം ഞാൻ എന്തായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ സോപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വുളൻ ത്രെഡൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ നമ്മൾ മെയിനായിട്ട് റെഡും വൈറ്റും ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ക്രിസ്മസ് ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ.
പിന്നെ അടുത്തത് പട്ടുവിന് കുറേ സ്ലൈഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ കുറേ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് വാങ്ങിച്ചത് ക്രിസ്മസ് സ്റ്റാറാണ്. ക്രിസ്മസ് സ്റ്റാർ വാങ്ങിച്ചത് ഇതാണ്. എനിക്ക് നമ്മൾ ഇങ്ങനെ ലൈറ്റ് ഇട്ട് കാണാനായിട്ട് അത്ര രസം തോന്നിയില്ല, പക്ഷെ അല്ലാതെ രാവിലെ കാണാനായിട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് പറയാൻ മറക്കണ്ട. ഇതാണ് ഗൈസ് ആ സ്റ്റാർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് പറയാനായിട്ട് മറക്കണ്ട. കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും നിവർത്തിയതല്ല, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും പറയണം. അടുത്തത് വാങ്ങിച്ചത് ഈ ഒരു ഫെയറി ലൈറ്റ് ആണ്. ഇത് ജസ്റ്റ് അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ കോമൺ ആയിട്ടുള്ള മൾട്ടി കളേർഡ് ആയിട്ട് വരുന്ന ഫെയറി ലൈറ്റിൻ്റെ ആ ഒരു ഫെയറി ലൈറ്റ് ആയിരുന്നു. മൾട്ടി കളേർഡ് ആയിട്ട് വരുന്ന ഈ ഒരു സംഭവമായിരുന്നു. വേറൊരു സാധനം കണ്ടുപിടിച്ചത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്. എനിക്ക് കണ്ടപ്പോൾ കൊള്ളാലോ പറഞ്ഞ പോലെ തോന്നിയത്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു ലൈറ്റാണ് ഇത്. ആക്ച്വലി ഒരു ക്രിസ്റ്റല് പോലെ വരുന്ന ലൈറ്റാണ്. ഇങ്ങനെ പിരിപിരാന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ഇതുമുണ്ട്, നല്ല സൗണ്ടുമാണ്. ഓക്കെ, ഇത് ഞാൻ കാണിച്ചുതരാം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ എത്രത്തോളം നന്നായിട്ട് എനിക്ക് അറിയുന്നുണ്ടെന്ന് അറിയില്ല. എനിക്ക് ഇതിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കൂടെ കാണിച്ചു തരാം. നല്ല രസമാണ്. ഇതിൻ്റെ അടിവശത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും നല്ല രസമാണ്. നമ്മൾ ഈ സയൻസുകാർക്കൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ മറ്റേ ടെലിസ്കോപ്പിൽ എന്താണ് മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണില്ലേ, അതേപോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും സാധനം കാണാൻ അടിപൊളിയായി. ഞാൻ ഇതുവരെ ഫുള്ളായിട്ട് നിവർത്തിയിട്ടില്ല. എന്തായാലും ഇതുവരെ കാണാനായിട്ട് ഭയങ്കര അടിപൊളി സാധനമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവമാണ് ഗൈസ് വാങ്ങിച്ചത്. മുഖമൊക്കെ എനിക്ക് തന്നെ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. താഴെ കോഴിയും കുമ്പളിങ്ങ റെഡി ആയിട്ടുണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയൊന്നും അല്ല ഉണ്ടാക്കുക, എനിക്ക് അറിയണ പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അതൊക്കെ കഴിക്കണം. പിന്നെ നാളത്തേക്കുള്ള ക്രാഫ്റ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തായാലും ഞാൻ 2 വീഡിയോ ആണല്ലോ ഇടാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻസ് ക്രാഫ്റ്റ് വീഡിയോ 2 ആയിട്ട് ഇടണോ, അല്ല ഇതിൻ്റെ ഒരു ഷോർട്സ് ഇടണോ, അല്ല രാവിലെ ലോങ് വീഡിയോ മാത്രം പബ്ലിഷ് ചെയ്താൽ മതിയോ, എന്ത് ചെയ്യണം പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ക്രാഫ്റ്റ് വീഡിയോ എടുത്ത് വെക്കണം. അതിനിപ്പോൾ ഇപ്പോൾ തന്നെ എടുത്ത് വയ്ക്കണം. അപ്പോൾ ഞാൻ എന്താ വേർഷം പറഞ്ഞെങ്കിൽ നമുക്ക് പോയി ആദ്യം കഴിച്ചിട്ട് വന്നിട്ട് ഒരു ക്രാഫ്റ്റ് വീഡിയോ എടുത്തിട്ട് കിടന്നുറങ്ങാം. ഓക്കെ ഗൈസ്, കഴിക്കാം. വീട്ടിൽ മെജോറിറ്റി ഓഫ് ദ ടൈം കഞ്ഞി തന്നെയായിരിക്കും രാത്രി. പിന്നെ ഞാനാണ് എനിക്ക് കഞ്ഞി കുടിക്കാൻ തോന്നിയില്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ആ സംഭവമൊക്കെ കഴിച്ചു. പട്ടു അപ്പോഴും ഭയങ്കര ആക്റ്റീവായിരുന്നു, തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തലയൊക്കെ പൊട്ടണ വേദനയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പട്ടു പാലുകൂടിയായിരുന്നു. പാല് കുടിക്കുന്ന സമയത്ത് ഒരു കാലം എൻ്റെ നെഞ്ഞത്ത്, അത് നിർബന്ധമാണ്. അങ്ങനെ കയറ്റി വെക്കുന്ന സമയത്ത് ഞാൻ ഒരു അടിയും കൊടുത്ത് അങ്ങോട്ട് കാലിറക്കി വെക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗായ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. കമൻസിൽ ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ പറയാം. ഓക്കെ ഗൈസ്, ബൈ.